ഹായ് ഫ്രണ്ട്സ്, GK മിനിറ്റ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് UPSC ഇക്കണോമിക്സ് ആണ്. UPSCയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇക്കണോമിക്സ്. സോ ഫസ്റ്റ് ചാപ്റ്റർ ഇക്കണോമിക് ഗ്രോത്ത് ഇൻ ഇന്ത്യ, നാഷണൽ ഇൻകം ഡിറ്റർമിനേഷൻ, GDP GNP NDP NNP, പേഴ്സണൽ ഇൻകം, ഇത്രയും കവർ ചെയ്യുകയാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ. സോ ഫസ്റ്റ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെയാണ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കണക്കാക്കുന്നത് നമുക്ക് നോക്കാം. നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇക്കണോമി ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ ഒരു ഇക്കണോമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂവിനെയാണ് നമ്മൾ നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ ഒരു ഇക്കണോമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂവിനെയാണ് നമ്മൾ നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. 3 ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ഉണ്ട് ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ. അത് ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ദ സം ഓഫ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്. ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ തുകയുടെ സമ്മ്. ഉൽപ്പാദിപ്പിക്കപ്പെട്ട എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സം ഓഫ് ദ വാല്യൂ, അതൊരു പോയിൻറ്റ്. പിന്നെ ദ സം ഓഫ് ഓൾ ഇൻകംസ് അക്രൂയിങ് ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതിൽ നിന്ന് വരുന്നതായിട്ടുള്ള എല്ലാ ഇൻകത്തിൻ്റെയും സം, അതായത് റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, വേജസ്, അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻകം. ദെൻ സം ഓഫ് എ കൺസ്യൂമേഴ്സ് എക്സ്പെൻഡിച്ചർ, ഉപഭോക്താവിന് വരുന്ന ചിലവുകൾ. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇതെല്ലാം വരും. അങ്ങനെയാണ് നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. എങ്ങനെയാണ്? ദ സം ഓഫ് ദ വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എല്ലാം ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സം ഓഫ് ദ വാല്യൂ, അതിനെ നമ്മൾ കാണുന്നുണ്ട്. സെക്കൻഡ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ചിലവ് വരുന്നതായിട്ടുള്ള, അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള വരുമാനം, റെൻറ്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, വേജസിൻ്റെ ഫോമിൽ. പിന്നെ സം ഓഫ് കൺസ്യൂമേഴ്സ് എക്സ്പെൻഡിച്ചർ, ഉപഭോക്താവിൻ്റെ ചിലവ്. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 3 ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിലുള്ള 3 ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ്. ദ സം ഓഫ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ 3 സെക്ടർ ഇക്കണോമി. ഒരു 3 സെക്ടർ ഇക്കണോമിയിൽ വരുന്ന സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് എത്തുന്നു, അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട്, ബിസിനസ് ഫേംസിലെത്തുന്നു, കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. ദ മോഡേൺ ഇക്കണോമി എന്ന് പറഞ്ഞ ഒരു മോണിറ്ററി ഇക്കണോമിയാണ്. മോണിറ്ററി ഇക്കണോമി, സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്ന ഒരു ഫാക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലുള്ളൊരു ഇക്കണോമിയാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, ബാർട്ടർ സിസ്റ്റം ആയിരുന്നു അല്ലേ. പക്ഷെ ഇപ്പോഴെന്താ? മോണിറ്ററി ഇക്കണോമിയാണ്. ഇൻ എക്സ്ചേഞ്ച് ഫോർ മണി ആണ് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതും എല്ലാം. ഓക്കെ. പക്ഷെ പണ്ടായിരുന്നെങ്കിലോ ബാർട്ടർ സിസ്റ്റം, ഇൻ എക്സ്ചേഞ്ച് ഫോർ ഗുഡ്സ് തന്നെയാണ് ഗുഡ്സ് എല്ലാം പർച്ചേസ് ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതുമൊക്കെ. ഇപ്പോൾ മോഡേൺ ഇക്കണോമി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മോണിറ്ററി ഇക്കണോമിയാണ്. മണി ചേഞ്ചസ് ഹാൻഡ് ഫ്രം വൺ സെക്ടർ ടു അനദർ. ഓക്കെ. The household sector supplies their services like labor, land, capital, and entrepreneurial abilities to firms and receives payments in return in terms of the money. അപ്പോൾ ഹൗസ് സെക്ടർ ആണ് ലേബർ, ലാൻഡ്, ക്യാപിറ്റൽ, എൻ്റർപ്രനിയറൽ എബിലിറ്റീസ് എല്ലാം ഫേംസിനും ഒക്കെ കൊടുക്കുന്ന, ബിസിനസ് ഫേംസിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ. ഹൗസ് ഹോൾഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു പോപ്പുലേഷനിൽ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു സെക്ടറിനെയാണ് നമ്മൾ ഹൗസ് ഹോൾഡ് സെക്ടർ എന്ന് പറയുന്നത്. Simply പറഞ്ഞ household sector includes the entire population of the society. It includes all of consumption seeking members of the society. That is the entire population. കൺസംഷൻ സീക്കിംഗ് മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ ഉപഭോക്താക്കളും, ഹോൾ ഓഫ് ദി പോപ്പുലേഷൻ തന്നെ നമുക്ക് പറയാം ഹൗസ് ഹോൾഡ് സെക്ടറിൽ വരുന്നതാണ്. സോ ഹൗസ് ഹോൾഡ് സെക്ടർ എന്തൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്? സർവീസസ് ലൈക്ക് ലേബർ, ലാൻഡ്, ക്യാപിറ്റൽ, എൻ്റർപ്രനിയറൽ എബിലിറ്റീസ് എല്ലാം ബിസിനസ് ഫേംസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. In the first stage of the model, the household sector provides services of labor, land, capital and entrepreneurial skills to the business firms. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു 3 സെക്ടർ ഇക്കണോമിയിൽ എങ്ങനെയാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്നാണ് പറഞ്ഞു തുടങ്ങിയത് അല്ലേ. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഹൗസ് ഹോൾഡ് സെക്ടറാണ് അവിടെ സർവീസസ് കൊടുക്കുന്നത്. ലേബർ, ലാൻഡ്, ക്യാപിറ്റൽ, എൻ്റർപ്രനിയറൽ സ്കിൽസ് ടു ദ ബിസിനസ് ഫേംസ്. ബിസിനസ് ഫേംസിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സർവീസസ് ഹൗസ് ഹോൾഡ് സെക്ടർ കൊടുക്കും. സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോഴേക്കും ബിസിനസ് ഫേംസ് പേ ബാക്ക് ഇൻ മോണിറ്ററി ടേംസ് ടു ദ ഹൗസ് ഹോൾഡ് സെക്ടർ ഇൻ ദ ഫോം ഓഫ് വേജസ്, റെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ഹൗസ് ഹോൾഡ് സെക്ടർ കൊടുത്ത ഈ സർവീസസിന് പകരമായിട്ട് അവിടെ ഒരു മോണിറ്ററി എക്സ്ചേഞ്ച് നടക്കുകയാണ്. ഈ ബിസിനസ് ഫേംസ് എന്ത് കൊടുക്കും? മണി
ഇൻ റിട്ടേൺ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇനി തേർഡ് സ്റ്റേജിൽ വരുമ്പോഴേക്കും മണി റിസീവ്ഡ് ബൈ ദ ഹൗസ് ഹോൾഡ് സ്പെൻഡ് ഓൺ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫേംസ് ഇൻ ദ ഫോം ഓഫ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ. തേർഡ് സ്റ്റേജിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ് വരുന്നത്. ഈ ഹൗസ് ഹോൾഡ് സെക്ടർ എന്ത് ചെയ്യും, ഈ ബിസിനസ് ഫേംസ് കൊണ്ടുവരുന്നതായിട്ടുള്ള അവരുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് അത് വാങ്ങിയിട്ട് അത് പർച്ചേസ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് അവിടെ മണി സ്പെൻഡ് ചെയ്യും. സോ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ് തേർഡ് സ്റ്റേജിൽ വരുന്നത്. അറ്റ് ദ സെയിം ടൈം ദ ഫേംസ് പ്രൊവൈഡ്സ് ദെയർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ ഹൗസ് ഹോൾഡ് ഇൻ റിട്ടേൺ ഫോർ മണി. ഓക്കെ, ഇനി thus we see that money flows from business firms to households as payment for a factor of production, labor, land, rent, entrepreneurial skills, and then it flows from household to firms when household purchased goods and services produced by the firms. This money flow is called circular flow of income. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു money flows from business firms to households as payments for a factor of production. ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, അതായത് ലേബർ, ലാൻഡ്, റെൻറ്റ്, എൻ്റർപ്രിനറിയൽ സ്കിൽ, ഇതൊക്കെ ഹൗസ് ഹോൾഡ് പ്രൊവൈഡ് ചെയ്യല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് ബിസിനസ് ഫേംസ് എന്ത് ചെയ്യും, അവിടെ പേയ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അവിടെ ഫ്രം ബിസിനസ് ഫേംസ് ടു ഹൗസ് ഹോൾഡ് അവിടെ ഒരു മണി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ആദ്യത്തെ സെക്ടറിൽ നമ്മൾ പറഞ്ഞ ഹൗസ് ഹോൾഡ് അവരുടെ സർവീസസ് ഫേംസിന് കൊടുക്കുന്നു എന്നാണ്. സോ ആ സർവീസസ് എടുത്തിട്ട് അതിന് പകരമായിട്ട് ഒരു മണി എക്സ്ചേഞ്ച് അവിടെ കൊടുക്കുന്നത് ആരാണ്, ബിസിനസ് ഫേംസ് ആണ്. സോ അവിടെ മണി ഫ്ലോസ് ഫ്രം ബിസിനസ് ഫേംസ് ടു ഹൗസ് ഹോൾഡ് എന്ന് നമുക്ക് പറയാം അല്ലേ. ഇനി സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോഴേക്കോ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് then it flows from household to firms when household purchased goods and services produced by the firms. പിന്നെ എന്ത് സംഭവിക്കും, ഈ ഹൗസ് ഹോൾഡ് ഈ ബിസിനസ് ഫേംസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിച്ചിട്ട് അത് പർച്ചേസ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് അവിടെ ഒരു പേയ്മെൻറ്റ് നടക്കുന്നുണ്ട് അല്ലേ. സോ ഹൗസ് ഹോൾഡിൽ നിന്ന് ബിസിനസ് ഫേമിലേക്ക് അവിടെ ഒരു മണി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം പറയുന്നത്. ആദ്യം ഫ്രം ഹൗസ് ഹോൾഡ് ടു ബിസിനസ് ഫേംസ്, ഫ്രം ബിസിനസ് ഫേംസ് ടു ഹൗസ് ഹോൾഡ്സ് ആദ്യം വരും, ദെൻ ഫ്രം ഹൗസ് ഹോൾഡ്സ് ടു ബിസിനസ് ഫേംസ് തിരിച്ചു വരുന്നുണ്ട്. സോ അങ്ങനെ ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ സർക്കുലർ ഫ്ലോ. ഇനി അടുത്ത് എങ്ങനെയാണ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് നമുക്ക് നോക്കാം. അലോങ് വിത്ത് കൺസംഷൻ ദ ഹൗസ് ഹോൾഡ് ഓൾസോ സേവ്സ് പാർട്ട് ഓഫ് ദെയർ മണി. സേവ് ചെയ്യുന്നുണ്ടായിരിക്കും, സേവ്സ് എ പാർട്ട് ഓഫ് ദെയർ മണി. വെൻ ഹൗസ് ഹോൾഡ് സേവ്സ് ദെയർ എക്സ്പെൻഡിച്ചർ ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിക്ലൈൻ. അപ്പോൾ ഉള്ള എമൗണ്ടിൻ്റെ കുറച്ച് ഭാഗം അവർ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എക്സ്പെൻഡിച്ചർ, അവരുടെ ചിലവ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് കുറയും അല്ലേ. ഇപ്പം കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് മുഴുവൻ അവർ ചിലവാക്കുന്നതിന് പകരം ഒരേ ഭാഗം അവർ സേവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ എക്സ്പെൻസ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് കുറയുകയാണ് അവിടെ അല്ലേ. ദ ഡിക്ലൈൻ ഇൻ പർച്ചേസ് വിൽ റിസൾട്ട് ഇൻ ഡിക്ലൈൻ ഇൻ മണി റിസീവ്ഡ് ബൈ ദ ഫേംസ്. അത് പർച്ചേസ് അവർ കുറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫേംസിന് കിട്ടുന്ന പൈസ അവിടെ കുറയും. This will result in less money flow to the household as the firms will reduce hiring and production operations. അപ്പോൾ ഫേംസിന് കിട്ടുന്ന പൈസ കുറയും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഫേംസ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഹയറിങ്, അങ്ങനെ വാടക, മറ്റ് പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ് എല്ലാം ഫേംസ് റെഡ്യൂസ് ചെയ്യും. അത് കാരണം ദിസ് വിൽ റിസൾട്ട് ഇൻ ലെസ് മണി ഫ്ലോ ടു ദ ഹൗസ് ഹോൾഡ്. ഓക്കെ, അപ്പം ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യണം, ഹൗസ് ഹോൾഡ് ഒരു പോർഷൻ അവർക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ ഒരു പോർഷൻ അവർ സേവ് ചെയ്യുകയാണെങ്കിൽ അവർ വാങ്ങിക്കുന്ന പർച്ചേസിൽ ബിസിനസ് ഫേംസിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്യുന്ന ആ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എമൗണ്ട് കുറയും അവിടെ. അപ്പോൾ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കുറയുകയാണ്. സോ അവിടെ എക്സ്പെൻഡിച്ചർ കുറയുകയാണെന്ന് പറഞ്ഞാൽ ബിസിനസ് ഫേംസിന് കിട്ടുന്ന പൈസ അവിടെ കുറയുകയാണ്. അപ്പോൾ ബിസിനസ് ഫേംസിന് കിട്ടുന്ന പൈസ അവിടെ കുറയുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ ഹയറിങ് ആൻഡ് പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ഹൗസ് ഹോൾഡ് അല്ലേ അതിന് വേണ്ടിയിട്ടുള്ള ലേബർ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുക. സോ അവിടെ എങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഹൗസ് ഹോൾഡിന് കിട്ടുന്ന എമൗണ്ട് തിരിച്ച് അവിടെയും കുറവ് വരും. ഓക്കെ, ദസ് സേവിങ് ആക്ട് ആസ് എ ലീക്കേജ് ഫ്രം ദ ഇക്കണോമിക് സിസ്റ്റം. സേവിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അപ്പോൾ ഒരു ലീക്കേജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇക്കണോമിക് സിസ്റ്റത്തിൽ നിന്നൊരു ലീക്കേജ് ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന അത്രയും പൈസ വരവ് അവർക്ക് രണ്ടിടത്തും ഇല്ല. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം നമ്മൾ പറഞ്ഞപ്പോൾ ഉണ്ടായില്ല, അതുപോലെ ഇല്ല. അതുകൊണ്ടാണ് സേവിങ്ങിനെ ഒരു ലീക്കേജ് ഫ്രം ദ ഇക്കണോമിക് ഫോറം അല്ലെങ്കിൽ ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. സേവിങ് ആക്ട് ആസ് എ ലീക്കേജ് ഫ്രം ദ ഇക്കണോമിക് സിസ്റ്റം എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ബട്ട് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ടു ആസ്ക് ഇസ് വേർ വിൽ ദ സേവിങ്സ് ഗോ ഇൻ ദ ഇക്കണോമി. സോ അപ്പോൾ ഇതൊരു ലീക്കേജ് ആണ് സേവിങ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സേവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലീക്കേജ് ഫ്രം ടു ദ ഇക്കണോമി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വരുന്നൊരു ക്വസ്റ്റ്യനാണ്, സേവിങ് എന്ന് പറയുന്നത് പൈസ സൂക്ഷിക്കുന്ന ഒരു കാര്യമില്ല, എന്നാൽ പിന്നെ ആ പൈസ എവിടെയാണ് ഇക്കണോമിയിൽ പോകുന്നത്.
ഓക്കെ, അത് ഇനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദ സേവിങ്സ് ഇൻ ദ ഇക്കണോമി ഡസ് നോട്ട് ലീഡ് ടു എനി റിഡക്ഷൻ ഇൻ അഗ്രിഗേറ്റ് സ്പെൻഡിങ് ആൻഡ് ഇൻകം ആസ് ദ സേവിങ്സ് ഫ്ലോസ് ബാക്ക് ടു ദ ഇക്കണോമിക് സിസ്റ്റം ത്രൂ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. സേവിങ് എന്ന് പറയുന്നത് ഡസ് നോട്ട് ലീഡ് ടു എനി റിഡക്ഷൻ ഇൻ അഗ്രിഗേറ്റ് സ്പെൻഡിങ്. അഗ്രിഗേറ്റ് സ്പെൻഡിങ്ങിൽ അങ്ങനെ വലിയ റിഡക്ഷൻ ഒന്നും വരുത്തുന്നില്ല സേവിങ്സ്. ഓക്കെ, ആൻഡ് ഇൻകം ആസ് എ സേവിങ്സ് ഫ്ലോസ് ബാക്ക് ഇൻ ടു ഇക്കണോമിക് സിസ്റ്റം ത്രൂ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഇപ്പോൾ സേവിങ്സ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് വഴി ഇക്കണോമിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇക്കണോമിക് സിസ്റ്റത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ അഗ്രിഗേറ്റ് സ്പെൻഡിങ്ങിലോ ഇൻകത്തിലോ ഒരു റിഡക്ഷൻ വരുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോൾ മാത്രം ആ സേവിങ്സ് ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് വഴി ആ ഇക്കണോമിക് സിസ്റ്റത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇക്കണോമിയെ ഹാമ്പർ ചെയ്യാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, from financial markets, the savings flows back to business firms who borrow them and invest it into new forms of investment. അപ്പോൾ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ നിന്ന് ഈ സേവിങ്സ് എങ്ങോട്ട് പോകും? ഫ്ലോസ് ബാക്ക് ടു ദ ബിസിനസ് ഫേംസ് ഹു ബോറോ ദം. അതിനെ നമ്മൾ ബാങ്കുകളിൽ നിന്ന് എന്താ കടമെടുക്കുന്നില്ലേ, അതുപോലെ ഇപ്പോൾ വലിയ വലിയ ബിസിനസ് ഫേംസ് അവിടെ ബിസിനസ്സിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ബോറോ ചെയ്യും ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ നിന്ന്. സോ അവിടെ ബോറോ ചെയ്യുമ്പോൾ ഇവർ അറ്റ് ദ റേറ്റ് ഓഫ് ആൻ ഇൻട്രസ്റ്റ് ആണ് ഇവർക്ക് കൊടുക്കുന്നത് അല്ലേ. സോ അവിടെ അവർ ബോറോ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കൂടെ കിട്ടും, അവരെടുക്കുന്ന പൈസ അവർക്ക് തിരിച്ചടയ്ക്കുകയും വേണം. സോ അവിടെ ഒരു പോസിറ്റിവിറ്റി മാത്രമേ ഇക്കണോമിയിൽ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, രാജ്യത്തിൻ്റെ ഇക്കണോമി നമ്മൾ നോക്കുമ്പോഴേക്കും അവിടെ വർധനവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. From financial markets, the savings flows back to business firms who borrow them and invest it into new forms of investments. അതുപോലെ തന്നെ ന്യൂ ഫോംസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സും അവിടെ വരും. ദസ് ദ സേവിങ് വിച്ച് ഇസ് എ ലീക്കേജ് ഇൻ ദ സിസ്റ്റം ഓൾസോ ഫ്ലോസ് ബാക്ക് ഇൻ ടു ദ സിസ്റ്റം ത്രൂ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ എ ഫേം വിച്ച് ആക്സസ് ഇൻജെക്ഷൻസ്. ഓക്കെ, അപ്പോൾ സേവിങ് ഇക്കണോമിക് സിസ്റ്റത്തിൻ്റെ ലീക്കേജ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ എന്നാലും ആ സേവ് ചെയ്ത പൈസ ഈ ഇക്കണോമിക് സിസ്റ്റത്തിലേക്ക് തിരിച്ചു വരുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് വഴിയാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ നമ്മൾ അതിനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ബാങ്കുകളിലൊക്കെ നമ്മളത് നിക്ഷേപിക്കുകയാണെങ്കിൽ എന്താ, അത് ഇക്കണോമിക് സിസ്റ്റത്തിൽ തന്നെ അത് വരുന്നതാണെന്ന് നമുക്ക് പറയാം. പക്ഷേ അല്ലാതെ നമ്മൾ വെറുതെ കയ്യിൽ വെച്ചിരുന്നാലാണ് അങ്ങനെ ആ സേവിങ് എപ്പോഴും ലീക്കേജ് ടു ദ ഇക്കണോമിക് സിസ്റ്റം ആണെന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഇക്കണോമി കണക്കാക്കുമ്പോൾ ഒരാളിൻ്റെ കയ്യിലിരിക്കുന്ന ഇൻഡിവിജ്വൽ പൈസ അവിടെ കൂട്ടാൻ പറ്റില്ലല്ലോ നമുക്ക്. പക്ഷേ അത് നമ്മൾ ബാങ്കുകളിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. ദ സേവിങ് വിച്ച് ഇസ് എ ലീക്കേജ് ഇൻ ദ സിസ്റ്റം ഓൾസോ ഫ്ലോസ് ബാക്ക് ടു ദ സിസ്റ്റം ത്രൂ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ എ ഫേം വിച്ച് ആക്സസ് ഇൻജെക്ഷൻസ്. ഗവൺമെൻറ് സെക്ടർ ഇൻ ദ സർക്കുലർ ഫ്ലോ. ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ ഗവൺമെൻറ് സെക്ടർ എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഗവൺമെൻറ് അഫക്ട്സ് ദ ഇക്കണോമി ഇൻ എ നമ്പർ ഓഫ് വേസ്. ഒരുപാട് തരത്തിൽ ഗവൺമെൻറ് ഇക്കണോമിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ദ മെയിൻ കമ്പോണൻസ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ആർ ഇൻ ദ ഫോം ഓഫ് ടാക്സസ്, സ്പെൻഡിങ് ആൻഡ് ബോറോയിങ്സ്. ഗവൺമെൻറ് ഈ ഒരു ഇക്കണോമിക് ഫ്ലോയിലേക്ക്, ഈ ഇൻകം ഫ്ലോയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ടാക്സുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ബാങ്ക്സ് എന്നാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഗവൺമെൻറ് ടാക്സുകൾ കളക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. പല ഫോംസ് ഓഫ് ടാക്സസ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും വലിയ വലിയ ബിസിനസ് ഫോംസിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും ഒക്കെ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ആ ടാക്സിൻ്റെ ഫോമിൽ ഗവൺമെൻറ് ഇൻ്റർവീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോറോയിങ്സ് ഒക്കെ നടത്താറുണ്ട് ഗവൺമെൻറ്. അതായത് എങ്ങനെ നാഷണൽ ഇൻകം, നെറ്റ് നാഷണൽ ഇൻകം നമ്മൾ കണക്കാക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് പറയുന്നതാണ് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ചിലവുകൾ, സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളും അവർ എടുക്കുന്ന ബോറോയിങ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരും. ഗവൺമെൻറ് പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ജസ്റ്റ് ആസ് ഹൗസ് ഹോൾഡ് ആൻഡ് ഫേംസ് ഡു. ഗവൺമെൻറ്റും ഹൗസ് ഹോൾഡ് ആൻഡ് ഫേംസ് ചെയ്യുന്ന പോലെ തന്നെയാണ് അവിടെ ബിസിനസ് നടക്കുന്നത്. ഗുഡ്സ് വാങ്ങുന്നു, അതിന് ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നു, അതിന് പകരം കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു. അങ്ങനെ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ കേസിലും നടക്കുന്നത്. ഗവൺമെൻറ് ഫിനാൻസ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ ത്രൂ ടാക്സസ് ആൻഡ് ബോറോയിങ്സ്. ഓക്കെ, അതിൻ്റെ ഫിനാൻസ് എങ്ങനെയാണ് നടക്കുന്നത്? ടാക്സസും ബോറോയിങ്സും വഴിയാണ് ഫിനാൻസസ് നടത്തുന്നത്. ദ മണി ഫ്ലോ ഫ്രം ഹൗസ് ഹോൾഡ് ആൻഡ് ഫേംസ് ടു ദ ഗവൺമെൻറ് ഈസ് ഇൻ ദ ഫോം ഓഫ് ടാക്സസ്. ദ മണി ഫ്ലോ ഫ്രം ഹൗസ് ഹോൾഡ് ആൻഡ് ഫേംസ് ടു ദ ഗവൺമെൻറ് ഈസ് ഇൻ ദ ഫോം ഓഫ് ടാക്സസ്. ഹൗസ് ഹോൾഡിൽ നിന്നും ഫേംസിൽ നിന്നും ഒക്കെ മണി ഗവൺമെൻറ്റിലേക്ക് എത്തുന്നത്, ഹൗസ് ഹോൾഡിൽ നിന്നും മറ്റ് ബിസിനസ് ഫേംസിൽ നിന്നൊക്കെ പൈസ ഗവൺമെൻറ്റിലേക്ക് എത്തുന്നത് ടാക്സിൻ്റെ ഫോമിലാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ പല തരത്തിലുള്ള ടാക്സുകൾ അടയ്ക്കാറുണ്ടല്ലേ. ദ അതർ ഫോം ഓഫ് മണി ഫ്ലോ ഫ്രം ഹൗസ് ഹോൾഡ് ആൻഡ് ഫേംസ് ടു ഗവൺമെൻറ് ഈസ് ഇൻ ദ ഫോം ഓഫ് ബോറോയിങ്സ് ടു ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. മറ്റ് രീതിയിൽ പൈസ എത്തുന്നതെന്ന് പറഞ്ഞാൽ ബോറോയിങ്സ് വഴിയാണ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ നിന്നുള്ള ബോറോയിങ്സ് വഴി. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മളെന്താ ആ ലോൺ എമൗണ്ട് കൂടെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട്, ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടെ കൊടുക്കുന്നുണ്ടല്ലേ. ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടെ കൊടുക്കുന്നുണ്ട്. സോ അവിടെ നമ്മുടെ പൈസ മണി ഫ്ലോ
സോ അവിടെ മണി ഫ്ലോ ഹൗസ് ഹോൾഡിൽ നിന്ന് ഫേംസിൽ നിന്നും എല്ലാം ഗവൺമെൻറ്റിലേക്ക് എത്തുന്നത് ബോറോയിങ്സ് വഴിയും എത്തുന്നുണ്ട്. ബാങ്കിൽ നിന്നൊക്കെ ഉള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ നിന്നും ഉള്ള ബോറോയിങ്സ് വഴിയും എത്തുന്നുണ്ട്. ഓക്കെ, ദ ഗവൺമെൻറ് പേ ബാക്ക് ടു ദ ഹൗസ് ഹോൾഡ് ആൻഡ് ഫേംസ് ഇൻ ദ ഫോം ഓഫ് പ്രൊവിഷൻ ഓഫ് പബ്ലിക് ഗുഡ്സ് ലൈക്ക് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പോളിസിംഗ്, നാഷണൽ ഡിഫൻസ് എക്സെട്ര. പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് എങ്ങനെയാണ് ഈ ഹൗസ് ഹോൾഡിലേക്കും ഫേംസിലേക്കും ഒക്കെ പൈസ എത്തുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആണെന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി അല്ലേ. ഒരു രാജ്യത്തിൻ്റെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആണ്. സോ അത് ഇവിടെ നിന്ന് അങ്ങോട്ട് മാത്രം പോയാൽ പോരാ, അവിടെ നിന്ന് ഇങ്ങോട്ടും എത്തണം. അതെങ്ങനെയാണ്? ഗവൺമെൻറ് പേ ബാക്ക് ചെയ്യുന്നുണ്ട് ഹൗസ് ഹോൾഡിനും ഫേംസിനും ഒക്കെ ഇൻ ദ ഫോം ഓഫ് പ്രൊവിഷൻ ഓഫ് പബ്ലിക് ഗുഡ്സ് ലൈക്ക് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പോളിസിംഗ്, നാഷണൽ ഡിഫൻസ് എക്സെട്ര. എങ്ങനെയൊക്കെയാണ്? ഹെൽത്ത്, ആരോഗ്യം, ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരുപാട് പബ്ലിക് ഹെൽത്ത് ഡിസ്പെൻസറീസ് അല്ലേ, പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് മെഡിസിൻസ് കിട്ടും, അങ്ങനെയുള്ള സർവീസസ് നമുക്ക് കിട്ടുകയാണ് അല്ലേ, ഡോക്ടർ ഫെസിലിറ്റീസും എല്ലാം നമുക്ക് കിട്ടുകയാണ്. സോ അങ്ങനെ. പിന്നെ എഡ്യൂക്കേഷൻ, ഇപ്പോൾ ഗവൺമെൻറ് സ്കൂൾസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. ദെൻ മറ്റ് പോളിസീസ്, നാഷണൽ ഡിഫൻസ്, ഇങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ് തിരിച്ച് നമുക്ക് സർവീസ് തരുന്നത്. ഓക്കെ, ഇനി നാഷണൽ ഇൻകവും നാഷണൽ പ്രോഡക്റ്റും എന്താണെന്നുള്ളത് നോക്കാം. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഈ നാഷണൽ ഇൻകവും നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും, അതായത് GNPയും GDPയും എന്താണെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. GNP എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂവിനെയാണ് നമ്മൾ GNP എന്ന് പറയുന്നത്. എന്താണ്? ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഒരു പെർട്ടിക്കുലർ ഇയറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂവിനെയാണ് നമ്മൾ GNP എന്ന് പറയുന്നത്. എന്നാൽ GDP ആണെങ്കിലോ it is the value of all final goods and services produced by the normal residents as well as non-residents in the domestic territory of the country but does not include net factor income from abroad. അതായത് ടോട്ടൽ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ തന്നെയാണ്. പക്ഷേ അവിടെ നോർമൽ റെസിഡൻസ്, ഇന്ത്യയിലുള്ള ആളുകളെ മാത്രമാണ് കണക്കിലെടുക്കുന്നത്. അത് ഇന്ത്യൻ റെസിഡൻസ് ആവാം, ഫോറിൻ റെസിഡൻസ് ആവാം. പക്ഷേ ഇന്ത്യയിൽ താമസിക്കുന്നവരുടെ ടോട്ടൽ അവർക്ക് കിട്ടുന്നതായിട്ടുള്ള അവരുടേതായിട്ടുള്ള എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് കണക്കിലെടുക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കണക്കാക്കുന്നില്ല. അതായത് നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസില്ലേ, ഇന്ത്യക്കാർ തന്നെയായിരിക്കും മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്നവർ, അവരുടെ ഇൻകം ഒന്നും ഈ GDPയിലേക്ക് ആഡ് ചെയ്യുന്നില്ല. പക്ഷേ ഫോറിനേഴ്സ് ആരെങ്കിലും ഇപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകം ആഡ് ചെയ്യുന്നുണ്ട്. സോ GDP എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിനെ എടുക്കുന്നുണ്ട്. പക്ഷേ അത് ഇന്ത്യൻസിൻ്റെയാണ്, ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്നവരുടെ കേസിൽ മാത്രമാണത് പറയുന്നത്. നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻസിൻ്റെ കാര്യം അവിടെ അവരുടെ ഇൻകം അവിടെ കണക്കാക്കുന്നില്ല. അടുത്ത പോയിന്റിലേക്ക് പോവാം. GNPനെ സംബന്ധിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഓർത്തിരിക്കേണ്ട കാര്യമാണ്. GNP ഈസ് ദാറ്റ് ഇറ്റ് ഈസ് മെഷേർഡ് അറ്റ് മാർക്കറ്റ് പ്രൈസസ് ഓർ വാല്യൂസ്. മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ വാല്യൂവിൻ്റെ പേരിലാണ് നമ്മൾ GNP മെഷർ ചെയ്യുന്നത്. ഓക്കെ, GNP ഈസ് മെഷേർഡ് അറ്റ് മാർക്കറ്റ് പ്രൈസസ് ഓർ വാല്യൂസ്. പക്ഷേ GDP ആണെങ്കിലോ, the important point to remember is whatever is produced in India, whether by an Indian or foreign national, is a part of Indian GDP. ഓക്കെ, അത് ഇന്ത്യൻ GDPയുടെ കേസിൽ നമ്മളൊരു GDP പറയുമ്പോഴേക്കും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള വാട്ട് എവർ ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ത്യൻ ആയിക്കോട്ടെ ഫോറിനർ ആയിക്കോട്ടെ, വാട്ട് എവർ ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ അത് ഇന്ത്യൻ GDPയിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻ, പുറത്ത് ഉള്ള ഒരാൾ, ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ പുറത്ത് വർക്ക് ചെയ്യുന്നു, അവരുടെ ഇൻകം ഒന്നും നമ്മൾ GDP പറയുമ്പോൾ അതിൽ കൺസിഡർ ചെയ്യില്ല. Next, to calculate GNP, only the final goods and services produced in an economy during a given year must be counted. Okay, GNP calculate ചെയ്യുമ്പോൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഇക്കണോമി ഡ്യൂറിങ് എ ഗിവൺ ഇയർ ആണ് കൗണ്ട് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ഇയറിൽ, ഒരു വർഷത്തെ ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മളവിടെ എടുക്കുന്നത്. നോ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ GNP. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മളവിടെ കണക്കിലെടുക്കില്ല. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ആണ് കൂട്ടുന്നത്. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മാർക്കറ്റ് വാല്യൂ നമ്മളവിടെ ആഡ് ചെയ്യുന്നില്ല. The key difference between GNP and GDP is the exclusion of net factor income abroad from GDP. GNP, GDP തമ്മിലുള്ള കീ ഡിഫറൻസ് എന്ന് പറയുമ്പോഴേക്കും എക്സ്ക്ലൂഷൻ ഓഫ് നെറ്റ് ഫാക്ടർ ഇൻകം എബ്രോഡ് ഫ്രം GDP. GDPയിൽ എന്താ? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് നമ്മൾ കണക്കാക്കുന്നില്ല. അത് GNPയും GDPയും തമ്മിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ആണ്. GNP includes only those goods and services that are produced by the residents of India, whether working in India or abroad.
പക്ഷേ GNPയിൽ എങ്ങനെയാണ് വരുന്നത്? ഇൻക്ലൂഡ്സ് ഓൺലി ദോസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ റെസിഡൻസ് ഓഫ് ഇന്ത്യ വെദർ വർക്കിംഗ് ഇൻ ഇന്ത്യ ഓർ എബ്രോഡ്. ടോട്ടൽ ഇന്ത്യൻസിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്നവരായിക്കോട്ടെ, അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺസ് പുറത്ത് വർക്ക് ചെയ്യുന്നവരില്ലേ അവരുടേതായിക്കോട്ടെ, അങ്ങനെയുള്ള ഗുഡ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് നമ്മൾ GNPയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതാണ് GNP ഇൻക്ലൂഡ്സ് ഓൺലി ദോസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ റെസിഡൻസ് ഓഫ് ഇന്ത്യ വെദർ വർക്കിംഗ് ഇൻ ഇന്ത്യ ഓർ എബ്രോഡ്. ഇന്ത്യൻ റെസിഡൻസ്, അത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നതായിക്കോട്ടെ പുറത്ത് വർക്ക് ചെയ്യുന്നതായിക്കോട്ടെ, അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് GNP കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും കണക്കിലെടുക്കുന്നത്. പക്ഷേ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും എന്ന് പറയുമ്പോഴേക്കും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഒഴിവാക്കുന്നുണ്ട്. ഇന്ത്യൻ റെസിഡൻസിൻ്റെ എടുക്കുന്നുണ്ട്, പ്ലസ് ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്ന എല്ലാ ആളുകളുടെയും, അതായത് ഫോറിൻ ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ പോലും ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് എവർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ എന്ന ടെറിട്ടറിയിൽ എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതിൻ്റെ എല്ലാം കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, പുറത്തു നിന്ന് വരുന്നത്, അവിടെ ഇന്ത്യക്കാർ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും പുറത്തുനിന്ന് വരുന്ന ഇൻകം കണക്കാക്കുന്നില്ല എവിടെ? GDPയിൽ. നെക്സ്റ്റ്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുമ്പോഴേക്കും ദ സം ഓഫ് ഫാക്ടർ ഇൻകംസ് ലൈക്ക് റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്സ് ജനറേറ്റഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് കൺട്രി ഈസ് കോൾഡ് ഡൊമസ്റ്റിക് ഫാക്ടർ ഇൻകം. ഡൊമസ്റ്റിക് ഫാക്ടർ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സം ഓഫ് ദ ഫാക്ടർ ഇൻകംസ് ലൈക്ക് റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഓക്കെ, റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് പോലെയുള്ള ഫാക്ടർ ഇൻകംസ് ജനറേറ്റഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് കൺട്രി, ഒരു രാജ്യത്ത് തന്നെ ജനറേറ്റ് ചെയ്യുന്നതായിട്ടുള്ള റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്സ്, ഹൗസ് ഹോൾഡ് സെക്ടറിൽ വരുന്ന കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് ഫാക്ടർ ഇൻകം എന്ന് കണക്കാക്കുന്നത്. ഡൊമസ്റ്റിക് ഫാക്ടർ ഇൻകം ഇൻക്ലൂഡ്സ് ബോത്ത് ഇൻകംസ് ഏൺഡ് ബൈ റെസിഡൻസ് ആസ് വെൽ ആസ് നോൺ റെസിഡൻസ് ഓർ ഫോറിനേഴ്സ് വർക്കിംഗ് ഇൻ ഇന്ത്യ. അപ്പോൾ ഡൊമസ്റ്റിക് ഫാക്ടർ ഇൻകത്തിൽ എന്തൊക്കെ വരും? ബോത്ത് ഇൻകംസ് ഏൺഡ് ബൈ റെസിഡൻസ് ഏൺ ചെയ്യുന്ന ഇൻകവും, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉള്ള ഫോറിനേഴ്സ് ഏൺ ചെയ്യുന്ന ഇൻകവും എല്ലാം ഡൊമസ്റ്റിക് ഫാക്ടർ ഇൻകത്തിനകത്ത് ആഡ് ചെയ്യും. At the same time, Indians go abroad to work and earn wages, salaries, profits and rents. എന്നാൽ ഇന്ത്യക്കാർ പുറത്ത് പോയി വർക്ക് ചെയ്യുന്നില്ലേ, അത് പക്ഷേ നമ്മൾ GDPയിൽ കണക്കാക്കുന്നില്ല. GNPയിൽ അത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ GDPയിൽ ഇത് നമ്മൾ കണക്കാക്കുന്നില്ല. Now the net factor income abroad എന്ന് പറയുമ്പോഴേക്കും the difference between factor income received by the residents of India working abroad and the factor income paid to the foreign residents for working in India. അപ്പം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫാക്ടർ ഇൻകം റിസീവ്ഡ് ബൈ ദ റെസിഡൻസ് ഓഫ് ഇന്ത്യ വർക്കിംഗ് എബ്രോഡ് ആൻഡ് ഫാക്ടർ ഇൻകം പെയ്ഡ് ടു ദ ഫോറിൻ റെസിഡൻസ് വർക്കിംഗ് ഇൻ ഇന്ത്യ. അപ്പം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമുക്ക് ഈ ഒരു ഇക്വേഷൻ വഴി പറയാം. എങ്ങനെയാണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ടർ ഇൻകം റിസീവ്ഡ് ബൈ ദ റെസിഡൻസ് ഓഫ് ഇന്ത്യ വർക്കിംഗ് എബ്രോഡ്, ഇന്ത്യൻ റെസിഡൻസ് ഇപ്പോൾ എബ്രോഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ആ ഫാക്ടർ ഇൻകം, അതും ഫാക്ടർ ഇൻകം പെയ്ഡ് ടു ദ ഫോറിൻ റെസിഡൻസ് ഫോർ വർക്കിംഗ് ഇൻ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോറിനേഴ്സിന് പേ ചെയ്യുന്നതായിട്ടുള്ള ആ ഇൻകം, അവർക്ക് കിട്ടുന്നതായിട്ടുള്ള ആ ഇൻകം തമ്മിലുള്ള ഡിഫറൻസാണ്. എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യൻസ് ഇപ്പം എബ്രോഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ, അവർക്ക് കിട്ടുന്നതായിട്ടുള്ള ഇൻകവും ഫോറിനേഴ്സ് ഇപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവില്ലേ അവർക്ക് കിട്ടുന്നതായിട്ടുള്ള ഇൻകവും തമ്മിലുള്ള നെറ്റ് ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. GNP ഇൻക്ലൂഡ്സ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. GNPക്കകത്ത് ഈ നെറ്റ് ഫാക്ടർ ഇൻകം എബ്രോഡ് ഇൻക്ലൂഡഡ് ആണ്. ഇനി GDP എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? GDP is equal to കൺസംഷൻ പ്ലസ് ഗ്രോസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് നെറ്റ് എക്സ്പോർട്സ്. കൺസംഷൻ പ്ലസ് കൺസ്യൂം ചെയ്യുന്നതായിട്ടുള്ള കൺസംഷനിൽ വരുന്ന കാര്യങ്ങൾ, ദെൻ ഗ്രോസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് നെറ്റ് എക്സ്പോർട്സ്. ഇതൊക്കെയാണ് കൺസംഷൻ വരുന്നുണ്ട്, ഗ്രോസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, ദെൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, നെറ്റ് എക്സ്പോർട്സ്. ഇതെല്ലാം ഒരു രാജ്യത്ത് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ ടെറിട്ടറിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും GDPയിൽ വരുന്നതാണ്. ഓക്കെ, കൺസംഷൻ പ്ലസ് ഗ്രോസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് നെറ്റ് എക്സ്പോർട്സ്, ഇത്രയാണ് GDPയിൽ വരിക. നെറ്റ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടാണ് നെറ്റ് എക്സ്പോർട്സ് എന്ന് പറയുന്നത്. എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോഴേക്കും കിട്ടുന്ന ആ വാല്യൂവിനെയാണ് നമ്മൾ നെറ്റ് എക്സ്പോർട്സ് എന്ന് പറയുക. If we want to calculate net domestic product from GDP, then we must
വി ജസ്റ്റ് ഹാവ് ടു മൈനസ് ഡിപ്രീസിയേഷൻ ഫ്രം ദ ഗ്രോസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി നമുക്ക് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ GDPയിൽ നിന്ന് നമുക്ക് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്രോസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ക്കുന്നതിൽ നിന്നുണ്ടാവുന്ന തേയ്മാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് GDPയിൽ നിന്ന് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഡിപ്രീസിയേഷൻ സബ്ട്രാക്ട് ചെയ്യണം. ഗ്രോസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ സബ്ട്രാക്ട് ചെയ്യണം. അതായത് എന്താ, നമ്മൾ കുറേ നാൾ യൂസ് ചെയ്ത് കൊണ്ടുണ്ടാവുന്ന ഫിസിക്കൽ ഡിപ്രീസിയേഷൻ, മൂല്യത്തകർച്ച അല്ലെങ്കിൽ അങ്ങനെയുള്ള തേയ്മാനം, കേടുപാടുകൾ സംഭവിക്കുന്നതിനാണ് നമ്മൾ യൂസ് കാരണം ഉണ്ടാകുന്ന കേടുപാടുകളെയൊക്കെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ ഗ്രോസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മൂല്യത്തകർച്ച അല്ലെങ്കിൽ ആ ഡിപ്രീസിയേഷനെ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നമുക്ക് കിട്ടുക. സോ നമുക്ക് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ഡിപ്രീസിയേഷൻ ഫ്രം ഗ്രോസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇനി NDP നാഷണൽ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്ത് പറയാം? കൺസംഷൻ പ്ലസ് നെറ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് നെറ്റ് എക്സ്പോർട്ട്. വേർ നെറ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഗ്രോസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ആണ്. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും തമ്മിലുള്ള ഡിഫറൻസ് കിട്ടിയില്ലേ? എന്താ GDP എന്തായിരുന്നു? കൺസംഷൻ പ്ലസ് ഗ്രോസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് നെറ്റ് എക്സ്പോർട്സ് ആയിരുന്നു. ഓക്കെ, നെറ്റ് എക്സ്പോർട്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, എക്സ്പോർട്സ് മൈനസ് ഇമ്പോർട്ട്സ് ആണ്. ഇനി GNP വരുമ്പോഴേക്കും എങ്ങനെയാണ് പറയുന്നത്? NDP വരുമ്പോഴേക്കും എങ്ങനെയാണ് പറയുന്നത്? നാഷണൽ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അത് വരുമ്പോഴേക്കും കൺസംഷൻ പ്ലസ് നെറ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. വ്യത്യാസം കണ്ടോ? GDPയിൽ വരുമ്പോഴേക്കും ഗ്രോസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു, ഇവിടെ നെറ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയി. കൺസംഷൻ പ്ലസ് നെറ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് നെറ്റ് എക്സ്പോർട്സ്. നെറ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും ഗ്രോസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ഡിപ്രീസിയേഷനാണ്. മനസ്സിലായില്ലേ? ഇനി അപ്പോൾ GNP എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാൻ പറ്റും? GNP എന്ന് പറയുമ്പോഴേക്കും കൺസംഷൻ പ്ലസ് ഗ്രോസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് നെറ്റ് എക്സ്പോർട്സ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. കൺസംഷൻ പ്ലസ് ഗ്രോസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് നെറ്റ് എക്സ്പോർട്സ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഇതും GDP തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോൾ മനസ്സിലായില്ലേ? GDPയിൽ എന്താ, ആ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്ന കാര്യം ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. പക്ഷേ GNPയിൽ വരുമ്പോഴേക്കും സെയിം ഇക്വേഷൻ തന്നെയാണ്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്നുള്ളത് കൂടെ ആഡ് ചെയ്താൽ അത് GNP ആയി. NDPയിൽ വരുമ്പോഴേക്കും എങ്ങനെയാണ്? ഈ ഗ്രോസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് പകരം അവിടെ നെറ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. അവിടെ ഗ്രോസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഡിപ്രീസിയേഷനെ മാറ്റി കഴിയുമ്പോഴാണ് നമുക്ക് നെറ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നത്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്താണെന്നുള്ളത് നോക്കാം. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് NNP അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്താണെന്ന് നോക്കാം. ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് GNP ഓഫ് എ ഇയർ, a country uses some fixed assets or capital goods like machinery, equipments, technology, etc. GNP ഒരു വർഷത്തെ GNP ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദന സമയത്ത് ഒരു രാജ്യം കുറച്ച് ഫിക്സഡ് അസറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? ക്യാപിറ്റൽ ഗുഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? മെഷീനറി, എക്യുപ്മെൻറ്റ്സ്, ടെക്നോളജി. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ക്യാപിറ്റലും യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? GNPയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. The capital goods like machinery, building, equipments undergo regular wear and tear during the production process which reduces their value. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ റിഡക്ഷനെയാണ് നമ്മൾ നേരത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ക്യാപിറ്റൽ ഗുഡ്സ് ലൈക്ക് മെഷീനറി, ബിൽഡിംഗ്, എക്യുപ്മെൻറ്റ്സ് അണ്ടർഗോ റെഗുലർ വെയർ ആൻഡ് ടെയർ ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് അവിടെ ഇരിക്കുന്ന ആ ഫിക്സഡ് അസറ്റ്സ് എന്ന് തന്നെ പറയാൻ കാര്യം അതൊരു പ്രൊലോങ്ഡ് ടേം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ബിൽഡിംഗ് ആണെങ്കിൽ തന്നെ ഒരു വർഷം നമ്മൾ ഒരു ബിൽഡിംഗ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ നാൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെഷീനറീസ് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അത് ഉപയോഗിച്ച് തീരുന്നതല്ല, കുറേ നാൾ നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ഫിക്സഡ് അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ ഓക്കെ, ക്യാപിറ്റൽ ഗുഡ്സ് ലൈക്ക് മെഷീനറി, ബിൽഡിംഗ്, എക്യുപ്മെൻറ്റ്സ് ഇതെല്ലാം പക്ഷേ അത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാമെങ്കിലും അവിടെ ഒരു റെഗുലർ വെയർ ആൻഡ് ടെയർ വരുന്നുണ്ട്. യൂസേജ് കാരണം കുറച്ച് തേയ്മാനങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അത് കാരണം വിച്ച് റെഡ്യൂസസ് ദെയർ വാല്യൂ. ഈ ഫിക്സഡ് അസറ്റ്സിൻ്റെ വാല്യൂ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും റെഡ്യൂസ്ഡ് ആയി പോകും. ദിസ് ഫോൾ ഇൻ ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് ഡ്യൂ ടു റെഗുലർ വെയർ ആൻഡ് ടെയർ ഇസ് കോൾഡ് ഡിപ്രീസിയേഷൻ. അങ്ങനെ ഫോൾ ഇൻ വാല്യൂ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്, ഈ ക്യാപിറ്റൽ അസറ്റ്സിൻ്റെ മൂല്യത്തകർച്ച, ഫോൾ ഇൻ വാല്യൂ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് ഡ്യൂ ടു റെഗുലർ വെയർ ആൻഡ് ടെയർ, ഈ തേയ്മാനമൊക്കെ സംഭവിക്കുന്നത് കാരണം, റെഗുലർ യൂസ് കാരണം വെയർ ആൻഡ് ടെയർ ഉണ്ടായി ആ റിഡക്ഷൻ ഇൻ വാല്യൂ, ഫോൾ ഇൻ വാല്യൂ ഓഫ് ദിസ് ക്യാപിറ്റൽ ഗുഡ്സ്, അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മൂല്യത്തകർച്ച.
When the depreciation is deducted from the gross national product, we get the net national product. Gross national productil നിന്ന് ഡിപ്രീസിയേഷനെ മാറ്റിക്കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, GNPയിൽ നിന്ന് ഡിപ്രീസിയേഷനെ മാറ്റിക്കഴിയുമ്പോൾ നമുക്ക് NNP, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, സോ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് NNP is equal to GNP minus depreciation. It simply means to include all market value of goods and services produced in a year after deducting depreciation. ഓക്കെ, ഡിപ്രീസിയേഷൻ ഒഴിവാക്കി കഴിഞ്ഞ് എങ്ങനെ നമുക്ക് പറയാം, ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ മാർക്കറ്റ് പ്രൈസ് തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ ഡിപ്രീസിയേഷനെ അങ്ങ് ഒഴിവാക്കണം. ഡിപ്രീസിയേഷനെ സബ്ട്രാക്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് NNP കിട്ടുള്ളൂ. NNP at മാർക്കറ്റ് പ്രൈസ്, അതാണ് NNP is equal to GNP minus depreciation എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റ്. നാഷണൽ ഇൻകം ഫ്രം ഫാക്ടർ കോസ്റ്റ് ഇസ് ഓൾസോ കോൾഡ് നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി. നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റ്, ഇവിടെ നമ്മൾ പറഞ്ഞ NNP എന്നാണ് അല്ലേ? അവിടെ എന്താ പറഞ്ഞത്? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇവിടെ പറയുന്നത് നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. നാഷണൽ ഇൻകം അറ്റ് ഫ്രം ഫാക്ടർ കോസ്റ്റിനെയാണ് നമ്മൾ നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി എന്ന് പറയുന്നത്. നാഷണൽ ഇൻകം ഫ്രം ഫാക്ടർ കോസ്റ്റ് ആണ് നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി. തെറ്റിക്കരുത്. നാഷണൽ ഇൻകം ഫ്രം ഫാക്ടർ കോസ്റ്റ് ആണ് നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി. നാഷണൽ ഇൻകം മീൻസ് ദ സം ഓഫ് ഓൾ ഇൻകംസ് ഏൺഡ് ബൈ ദ സിറ്റിസൺസ് ഇൻ ദ ഫോം ഓഫ് റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്സ്. അപ്പം സിറ്റിസൺസ് ഏൺ ചെയ്യുന്ന എല്ലാ ഇൻകവും അതിൻ്റെ സമ്മ് അതിനകത്ത് വരും. അതായത് റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, അങ്ങനെ എല്ലാ ഇതിൻ്റെയും കൂടെ സമ്മ്, എല്ലാ ഇൻകത്തിൻ്റെയും കൂടെ സമ്മാണ് നമ്മൾ നാഷണൽ ഇൻകം ആയിട്ട് പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റ് ആൻഡ് നാഷണൽ ഇൻകം അറ്റ് മാർക്കറ്റ് പ്രൈസ് arises from the fact that indirect taxes and subsidies cause the market price to be different from the factor income received by the citizens. The difference between national income at factor cost and national income at market price arises from the fact that indirect taxes and subsidies cause the market price to be different from the factor income received by the citizens. മനസ്സിലായില്ലേ? ഫാക്ടർ ഇൻകം റിസീവ്ഡ് ബൈ ദ സിറ്റിസൺസ് എന്ന് പറയുമ്പോഴേക്കും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റ് ആൻഡ് നാഷണൽ ഇൻകം അറ്റ് മാർക്കറ്റ് പ്രൈസ്. നാഷണൽ ഇൻകം അറ്റ് ഫാക്ടർ കോസ്റ്റും നാഷണൽ ഇൻകം അറ്റ് മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്, അത് വരുന്നതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്തുള്ളത് മാർക്കറ്റ് പ്രൈസും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും. അതിനുള്ള കാരണം പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സസും സബ്സിഡീസുമാണ്. ഓക്കെ, ആ പ്രോഡക്റ്റിൽ വരുന്ന, ആ പ്രോഡക്റ്റിൻ്റെ മേലിൽ ചുമത്തിയിട്ടുള്ളതായിട്ടുള്ള ടാക്സസും സബ്സിഡീസും ഒക്കെ കാരണമാണ് ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും രണ്ടായി പോകുന്നതിനുള്ള കാരണം ഇതാണ് പറയുന്നത്. ഓക്കെ, example, a mobile handset of rupees 10,000 purchased by you includes a GST of 12,000. In this case, while the market price is 10,000 includes the GST, the factor of production used to produce the mobile handset will only be 8,800. That's the difference between market price and factor cost is the tax. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ 10,000 രൂപയ്ക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണ്. അതിനകത്ത് GST, നമ്മളിപ്പോൾ എന്ത് സാധനം വാങ്ങിച്ചാലും GST ഇൻക്ലൂഡഡ് ആണ് അല്ലേ? സോ അവിടെ 12% GST ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, 10,000-ൻ്റെ 12% എന്ന് പറയുമ്പോഴേക്കും അത് എക്സ്ക്ലൂഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആക്ച്വൽ പ്രൈസ്, അതായത് ഫാക്ടർ കോസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, അതിന്ന് ആ GST, ഇപ്പം മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ആ GST മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫാക്ടർ കോസ്റ്റ് കിട്ടും. അപ്പോൾ ഈ 12% GST മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടർ കോസ്റ്റ് എത്ര വരിക? 8,800 വരുന്നുള്ളൂ. അപ്പോൾ ഈ 12% GST കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ മാർക്കറ്റ് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഈ ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? അവിടുത്തെ GST ആണ്, അല്ലെങ്കിൽ ടാക്സ് ആണ്. മനസ്സിലായില്ലേ? Similarly, a subsidy results in the market price of a product to be less than the factor cost. അതുപോലെ തന്നെ ഇതിപ്പോൾ ഇവിടെ കണ്ടത് ടാക്സ് ആയതുകൊണ്ട് മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റിനേക്കാളും കൂടി വന്നു അല്ലേ? ഇനി മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റിനേക്കാളും കുറഞ്ഞു വരുന്ന കേസുണ്ട്, അത് സബ്സിഡീസ് വരുമ്പോഴാണ്. സോ ടാക്സ് വരുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ആണ് കൂടി വരിക, ആൻഡ് സബ്സിഡി വരുമ്പോഴേക്കും മാർക്കറ്റ് പ്രൈസ് കുറയും, ഫാക്ടർ കോസ്റ്റ് കൂടും. Okay, subsidy results in the market price of a product to be less than the factor cost. Therefore, while calculating national income, we must deduct indirect taxes and add subsidies to the net national product at the market price. So, നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു.
ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി മസ്റ്റ് ഡിഡക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് we must deduct indirect taxes and add subsidies into net national product at market price. Net national product at market priceൻ്റെ കൂടെ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സസ് അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം, എന്നാൽ സബ്സിഡീസ് അതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യണം. ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം, പേഴ്സണൽ ഇൻകം. Personal income includes the sum of all incomes actually received by the all the individuals or households during a given year. ഹൗസ് ഹോൾഡ്സ് നമ്മൾ പറഞ്ഞു നേരത്തെ, ഒരു എക്കണോമിയിൽ വരുന്ന പോപ്പുലേഷനെ തന്നെയാണ് നമ്മൾ ഹൗസ് ഹോൾഡ് സെക്ടർ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇക്കണോമിയിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസും ചേർന്ന് സമ്പാദിക്കുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. ആക്ച്വലി റിസീവ്ഡ് ബൈ ഓൾ ദി ഇൻഡിവിജ്വൽസ് ഓർ ഹൗസ് ഹോൾഡ്സ് ഡ്യൂറിങ് എ ഗിവൺ ഇയർ, ഒരു വർഷത്തിൽ. ഓക്കെ, ഒരു വർഷത്തിൽ ആ ഇക്കണോമിയിലുള്ള എല്ലാ പോപ്പുലേഷനും ഓരോ ഇൻഡിവിജ്വൽസും സമ്പാദിക്കുന്നതായിട്ടുള്ള ഇൻകം, അതിനാണ് നമ്മൾ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ പേയ്സ് ഇൻകം ടാക്സസ്, ഫേംസ് പേ കോർപ്പറേറ്റ് ടാക്സസ്, ഇൻഡിവിജ്വൽ ഓൾസോ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് സോഷ്യൽ സെക്യൂരിറ്റീസ് ഇൻ ദ ഫോം ഓഫ് സെസ് എക്സെട്ര. അപ്പോൾ ഇൻഡിവിജ്വൽസ് എന്തൊക്കെ ടാക്സസ് അടയ്ക്കുന്നുണ്ട്? ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട് അല്ലേ. ബിസിനസ്സസ് ആണെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ്, ബിസിനസ് ഫേംസ് കോർപ്പറേറ്റ് ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ അതിന് പുറമെ തന്നെ സെസ് ആയിട്ട് കുറച്ച് പൈസ, അങ്ങനെ ടാക്സ് പോലെയാണ് സെസ്, അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ആൻഡ് സം ഇൻഡിവിജ്വൽസ് റിസീവ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്, ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ലൈക്ക് പെൻഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസസ് ഫ്രം ദ ഗവൺമെൻറ്. അതുപോലെ തന്നെ കുറച്ച് ഇൻഡിവിജ്വൽസിന് ഗവൺമെൻറ് കുറച്ച് ഫേവർ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. എന്താ, പെൻഷൻസ് കൊടുക്കാറുണ്ട് അല്ലേ, വാർദ്ധക്യ പെൻഷൻ, അല്ലെങ്കിൽ ഈ സർവീസിൽ നിന്ന് റിട്ടയർ ആയവർക്ക് അങ്ങനെ പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസസ് കൊടുക്കുന്നുണ്ട്, തൊഴിൽ രഹിത വേതനങ്ങൾ കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. In order to move from national income to personal income of individuals and firms, we must deduct all forms of direct taxes and social security contribution by the individuals and must add transfer payment received by the individuals. അപ്പോൾ നാഷണൽ ഇൻകം, അതിൽ നിന്ന് നമുക്ക് പേഴ്സണൽ ഇൻകത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, പേഴ്സണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ എല്ലാ ഫോംസ് ഓഫ് ഡയറക്റ്റ് ടാക്സസും സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസും ഒഴിവാക്കണം. അതായത് ഇൻഡിവിജ്വൽസ് പേ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ഡയറക്റ്റ് ടാക്സസും, ഇൻഡിവിജ്വൽസ് അടയ്ക്കുന്നതായിട്ടുള്ള എല്ലാ ഡയറക്റ്റ് ടാക്സസും, അതുപോലെ തന്നെ ഈ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസും എല്ലാം അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യണം, സബ്ട്രാക്റ്റ് ചെയ്യണം. അതുമാത്രമല്ല ട്രാൻസ്ഫർ പേയ്മെൻറ്റ് റിസീവ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽസ് നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യണം. ട്രാൻസ്ഫർ പേയ്മെൻറ്റ് റിസീവ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽ, അതായത് ഈ പെൻഷൻസും മറ്റ് സബ്സിഡീസ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുകയും വേണം. സോ പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, നാഷണൽ ഇൻകം മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് കോർപ്പറേറ്റ് പ്രോഫിറ്റ്സ് പ്ലസ് കോർപ്പറേറ്റ് ടാക്സസ് പ്ലസ് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ പ്ലസ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. എങ്ങനെയാണ് പേഴ്സണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, സോ ഇതോടുകൂടി GK മിനിറ്റ്സിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.